ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു അടിപൊളി വെറൈറ്റി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയാലോ? റെസിപ്പി നോക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്തിട്ട് അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലം എന്നിവയിട്ട് നന്നായിട്ട് പൊട്ടിക്കുക കേട്ടോ. അതിനുശേഷം നമ്മളൊരു സവോള, ദെൻ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചെറുതായി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ ഗ്രീൻ പീസും ദെൻ ചെറിയ ബീൻസും ആണ് കേട്ടോ. നന്നായി ചെറുതാക്കി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതൊന്നതായി വരുന്ന ടൈമിൽ നമ്മൾ തക്കാളിയുടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ആവശ്യമായിട്ടുള്ള പൊടികൾ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ദെൻ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർന്നിട്ട് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുക. മുളക് പൊടി വളരെ കുറച്ച് മതി കേട്ടോ. നമ്മളിതിൽ പെപ്പറാണ് എടുത്തതാക്കുന്നത്. പിന്നെ അതിലോട്ട് ഞാൻ ചെറിയ സോയാ ചങ്ക്സ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ആക്കി വെച്ചത് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ നന്നായിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് വരുമ്പോൾ ആ ഒരു മസാല ആയി വരുന്ന ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്, അതായത് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ആ വെള്ളത്തിൽ ഒരു പട്ട, ഗ്രാമ്പൂ, ദെൻ കുറച്ച് നെയ്യും കുറച്ച് ബേ ലീവ്സും ഇട്ടിട്ട് തിളയ്ക്കുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ അരി ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. ആ ഇത് ജീരകശാല അരിയാണ്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരി കൂടെ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഈ അരി കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ദെൻ നമുക്ക് പുതിന ലീവ്സും ദെൻ മല്ലിയില കൂടെ ചേർക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. വളരെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. സ്കൂളിൽ നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി ഒരു ലഞ്ചാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇറ്റ്സ് വെരി ടേസ്റ്റി.